ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ജയിലിൽ പോകുമോ അതോ നിങ്ങളുടെ പേരിൽ കേസ് വരുമോ എന്നതിനെക്കുറിച്ചാണ്. ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടതായിട്ട് വരില്ല. ബിക്കോസ് ഇത് സിവിൽ കേസാണ്. ഫസ്റ്റ് വൺ, EMI അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കോഴ്സ് കഴിഞ്ഞ് മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞിട്ടും ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ലോൺ ഡീഫോൾട്ടായിട്ട് കൗണ്ട് ചെയ്യും. സെക്കൻഡ് വൺ, സിബിൽ സ്കോറിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും സിബിൽ സ്കോറിനെ ബാധിക്കും. സിബിൽ സ്കോർ കുറയും, അതുപോലെ ഫ്യൂച്ചറിൽ ലോണും ക്രെഡിറ്റ് കാർഡും ഒക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ബാങ്ക് എടുക്കുന്ന നടപടി എന്താണെന്ന് നോക്കാം. ബാങ്ക് നിങ്ങളെ ആദ്യം കോൾ ചെയ്യും, പിന്നെ SMS അയക്കും, അല്ലെങ്കിൽ റിമൈൻഡർ ലെറ്റേഴ്സ് അയക്കും. ഇല്ലെങ്കിൽ അവർ ലീഗൽ നോട്ടീസ് അയക്കുന്നതാണ്. ലീഗൽ നോട്ടീസിന് നിങ്ങൾ ഇഗ്നോർ ചെയ്താൽ, അതായത് നിങ്ങൾ ലീഗൽ നോട്ടീസിനെ അവഗണിച്ചാൽ, അവർ നിങ്ങൾക്കെതിരെ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യും. നാലാമത്തെ ചോദ്യം, ജയിലിൽ പോകേണ്ടി വരുമോ എന്നാണ്. ഒരിക്കലുമില്ല. എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരില്ല. ബിക്കോസ് ഇത് സിവിൽ കേസാണ്, ഒരിക്കലും ക്രിമിനൽ കേസല്ല. സോ ജയിലിൽ പോകേണ്ട നടപടിയൊന്നും വരുന്നില്ല അവിടെ. അഞ്ചാമത്തെ ചോദ്യം, റിക്കവറി ഏജൻറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണ്? അവർക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ പറ്റും, നിങ്ങളെ കോൾ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ, നിങ്ങളോട് അനാവശ്യം സംസാരിക്കാനോ, നിങ്ങളുടെ അയൽവാസികളോട് ചെന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് അപമാനിക്കാനോ അതൊന്നും പാടില്ല. അതൊക്കെ ഇല്ലീഗലാണ്. ആറാമത്തെ ചോദ്യം, ഗ്യാരണ്ടിയറിനെ ഇത് ബാധിക്കുമോ എന്നതുള്ളതാണ്. നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ജാമ്യം നിന്ന ആളിനെ ഇത് ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. ബിക്കോസ് അവരെ ലീഗലി ബാങ്കിൽ നിന്ന് സമീപിക്കുന്നതാണ്. കഴിക്കുന്നത് പോലെ ലീഗൽ നോട്ടീസ് അവർക്കും അയക്കും. അതുപോലെ കോർട്ട് വഴി അവരുടെ സാലറി അറ്റാച്ച് ചെയ്യാനുള്ള നടപടിയും എടുക്കാൻ പറ്റും. ഇതിനെല്ലാത്തിനും സൊല്യൂഷനുണ്ട്. നിങ്ങൾക്ക് വൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ലെറ്റർ കൊടുത്ത് കുറച്ച് ദിവസത്തെ ഒരു ബാങ്കിനോട് നേരിട്ട് പോയി സംസാരിച്ച് ടെമ്പററി ആയിട്ട് റിലീഫ് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾ ഒരിക്കലും എസ്കേപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, എന്തെങ്കിലും ഉപകാരപ്പെടും. കൂടുതൽ ലോ റിലേറ്റഡ് വീഡിയോയ്ക്കായി എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്